പ്രിയപ്പെട്ട കലാസ്നേഹികളെ, സെന്റ് മേരീസ് ക്നാനായ ചർച്ച് ഹാർട്ട്ഫോർഡ് അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്നു. ആദാമിന്റെ സന്തതികൾ. ഏദൻ തോട്ടത്തിലെ ഒരു സുപ്രഭാതം. നിക്ക്. ഇത് ആപ്പിൾ കഴിച്ചതിന് ശേഷമാണോ അതോ അതിനു മുൻപുള്ളതോ? ഒന്ന് പോടാ. ഫസ്റ്റ് സീൻ തന്നെ ഫുള്ളായിട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല. ബൈബിൾ നാടകം. അയ്യോ, മാറിപ്പോയി. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ. അതെ, ആയിരിക്കുന്ന പിശാചിനെ ഞാൻ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. ആളുടെ വീഡിയോസൊക്കെ സൂപ്പറാണ്. നിന്നോട് കണ്ട അലവലാദികളെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ ഒരു രഹസ്യം പറയാൻ വന്നതാ. രഹസ്യമോ? എന്ത് രഹസ്യം? നിങ്ങളിത് കാണുക. ഈ ഏദൻ തോട്ടത്തിൽ why this tree is called the വിലക്കപ്പെട്ട ട്രീ. ഈ പറുദീസായിൽ എന്തുകൊണ്ടാണ് ഈ ആപ്പിന് വിലക്കപ്പെട്ട ആപ്പ് എന്ന വിളിപ്പേര് ചാർത്തപ്പെട്ടത്? ഈ കാറി കൂവുന്നതാണോടാ നിന്റെ രഹസ്യം? നീ ആരാടാ? ഇവിടുത്തെ ഷൈജു ദാമോദരനാ? എന്നാലേ ശരിക്കുമുള്ള രഹസ്യം എന്താണെന്നോ? ഇങ്ങ അയ്യോ, സോഷ്യൽ മീഡിയ മരത്തിലെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുതെന്നല്ലേ ദൈവം പറഞ്ഞിരിക്കുന്നത്? ഓ പിന്നെ, ഒരെണ്ണമൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ചെയ്യാം. ഇത് കൊള്ളാം. നമുക്കൊരു റീൽ എടുത്താലോ? ആ ഫോണിങ്ങത്താ, ഞാൻ വീഡിയോ എടുത്തു തരാം. ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു. പാടുന്നോർ പാടട്ടെ, ആടുന്നോരാടട്ടെ, ചേരുന്നോരൊന്നായി ചേരട്ടെ. അതിൻ കെൽപ്പുള്ള ഭൂമി നിൻ പർദീസ. അയ്യോ, ദൈവം വരുന്നു. അയ്യോ വന്നേ, നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. ശേഷം ചരിത്രം. തൻ്റെ വാക്കനുസരിക്കാത്ത ആദത്തെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, വൈകുന്നേരം 6 മണിക്ക് യൂദായിലെ ഗോദയിൽ നമ്മുടെ ആദാമിൻ്റെ പിൻതലമുറക്കാരൻ, ഇസ്രായേലിൻ്റെ പൊന്നോമന പുത്രൻ, ജസ്സയുടെ ചുണക്കുട്ടൻ ദാവീദ് ഫിലിസ്തീനയുടെ ഫയൽവാൻ കാലമാടൻ ഗോലിയാത്തുമായി ഏറ്റുമുട്ടുന്നു. ഏവരും അത് കാണുവാനായി എത്തിച്ചേരേണ്ടതാണ്. കർത്താവേ, ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഒരു ഐഡിയ. മെഷീൻ ഗൺ സൂപ്പർ, തോക്ക് കിടു,
ഗദാ പൊളി, പക്ഷെ പൈസ ഇല്ല. അമ്പും വില്ലും കീലേരിയച്ചു വേണ്ട, മതി കവണ മതി. നീ തീർന്നടാ, തീർന്നു. നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി കണ്ണിൽ പറന്ന് കാക്കിൻ കാക്കുരുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് കാലചക്രം ഉരുണ്ടുരുണ്ട് ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് ഹെറോദേസിന്റെ കൊട്ടാരത്തിലാണ്. ഇന്നവിടെ ഹെറോദേസിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്. പക്ഷേ ഹെറോദേസ് ആകെ അസ്വസ്ഥനാണ്. എന്താ ബർത്ത്ഡേ ആയിട്ട് ഒരു സന്തോഷമില്ലാത്തേ? നമ്മുടെ വാട്സാപ്പ് ചാറ്റ് ലീക്കായെന്ന് തോന്നുന്നു. അതെങ്ങനെ സംഭവിച്ചു? എനിക്കറിയില്ല, പക്ഷേ ഇതൊന്നും ശരിയല്ലെന്ന് ആ സ്നാപകൻ എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. എങ്ങനെയും ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. അതെന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. വലിയ രാജാവാണത്രേ, രാജാവ്. പിണങ്ങാതെ ഹെറോദിയ, സലോമിയും കൂട്ടരും ഇപ്പോൾ എത്തും. മനോഹരം, അതിമനോഹരം. എന്താണ് സലോമിക്ക് വേണ്ടത്? എന്തും ചോദിച്ചോളൂ. എനിക്ക് സ്നാപകന്റെ തല വേണം. കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നാടിനെ നടുക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹെറോദോസിന്റെ പിറന്നാളാഘോഷത്തിൽ നടന്ന സ്നാപകന്റെ കൊലപാതകമാണ് നാടിനെയും നാട്ടാരെയും ഞെട്ടിച്ചിരിക്കുന്നത്. കൊട്ടാരവളപ്പിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ നാൻസി വിശദാംശങ്ങളുമായി ചേരുന്നു. നാൻസി, എന്താണ് അവിടെ സംഭവിച്ചത്? ഇവിടെ ശരിക്കും സംഭവിച്ചത്, നാൻസി പറയൂ, ആരുടെ കറുത്ത കൈകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഇവിടെ സംശയത്തിന്റെ പിന്തമണി. നാൻസി, നമുക്ക് സമയം തീരെയില്ല. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്നു. നാൻസിയിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചു വരാം. വെട്ടുക്കിളിയും കാട്ടുതേനും മാത്രം കഴിച്ച് മരുഭൂമിയിൽ താമസിക്കുന്ന സ്നാപകൻ
കൊട്ടാരത്തിൽ ബർത്ത്ഡേ പാർട്ടിക്ക് എങ്ങനെ വന്നു? കേക്ക് കട്ട് ചെയ്തിരുന്ന കത്തിയിലെ ചോരക്കറ ആരുടേതാണ്? 2.5 കിലോയോളം വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ഹെറോദാസ് എവിടെ നിന്നും വാങ്ങി? കുഴപ്പിക്കുന്ന പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ കിട്ടിയ വാർത്ത: ക്രിപ്റ്റോ കറൻസി കൊണ്ട് നിങ്ങളെ കോടീശ്വരന്മാരാക്കുമെന്ന് പരസ്യം ചെയ്ത UDP ക്രിപ്റ്റോ കറൻസി ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇതിൽ കൂടുതലും ചെറുപ്പക്കാരാണ് നിക്ഷേപിച്ചിരുന്നതെന്ന്, കടം വാങ്ങിച്ചും വീട്ടിൽ നിന്നും ഭാഗം മേടിച്ചുമാണ് പണം നിക്ഷേപിച്ചിരുന്നതെന്നും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണം വിപുലീകരിക്കുന്നതിനായി ആഭ്യന്തരമന്ത്രി അറിയിച്ചിരിക്കുന്നു. ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്ന വാർത്തയിൽ നിന്നും ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് ഒരു എത്തിനോട്ടം. അങ്ങനെ അപ്പൻ കൊടുത്ത കാശ് മുഴുവൻ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ച് സംപൂജനായി തിരിച്ചെത്തുകയാണ് മറ്റാരുമല്ല, നമ്മുടെ മുടിയനായ പുത്രൻ. കയ്യിലുള്ള കാശും തീർന്ന് ഇനി എന്നാ ചെയ്യുവാവും? ആരോടൊന്ന് ചോദിച്ചാലാ? മുകേഷ് അംബാനി? യെസ്, ഒന്ന് വിളിച്ചു നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഇതും ചത്ത. എന്തൊരു തന്തയാണിത്. ഇതൊന്ന് റീചാർജ് ചെയ്ത് പോലും തരത്തില്ല. വിശന്നിട്ടും പാടില്ല. വീട്ടിലേക്ക് തിരിച്ചു പോയാലോ? അല്ലെങ്കിൽ വേണ്ട, ആ അലപലാത്ത ചേട്ടനുണ്ടല്ലോ, അവൻ കേട്ടത്തില്ല. എന്നാൽ ഈ വിശന്നിട്ടും അല്ലെങ്കിൽ 2 സെൻറ്റ് അടിച്ച് അപ്പം വീഴും. ചേട്ടൻ വല്ല ക്രിപ്റ്റോ കറൻസിയുടെ ടിപ്സും പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് വീഴ്ത്താം. പട്ടിണി കിടന്ന് ചാകുന്നതിലും അതല്ല ഹീറോയിസം. യെസ്, ലെറ്റ്സ് ഗോ. എന്താണപ്പാ പോഴും അവനെ തന്നെ നോക്കുവാണോ? അതാടാ, അവനും എന്റെ മോനാ. അവൻ വന്നാൽ ഞാൻ അവനെ വിളിച്ചു കയറ്റുമടാ. അത്രയും വേണോ? അവൻ ഇവിടെ വന്നോ അവനെ ഞാൻ അടിക്കും. ഒന്ന് പോടാ ചെക്ക, മര്യാദക്കൊന്നും നിനക്ക് കൂടാം. പിന്നെ എനിക്കറിയൊരു അവനെ കണ്ടു കഴിയുമ്പോൾ നിന്റെ ദേഷ്യമെല്ലാം അങ്ങ് പോകുന്നു. വരുന്നു അപ്പന്റെ മുടിയനായ പുത്രൻ. മുടിയനായ പുത്രനാ? പുല്ല്, മുടി വെട്ടിയിട്ട് വന്നാൽ മതിയായിരുന്നു. അവൻ വരുന്നു. അല്ല, ഞാൻ വിചാരിച്ച് ചേട്ടൻ എന്നെ കാണുമ്പോൾ തന്നെ വന്ന് അടിക്കുമായിരിക്കും. ഇനിയും നമുക്ക് കാനാവിലെ കല്യാണ വീട്ടിലേക്ക് പോകാം. ഒരു ക്നാനായ കല്യാണ വീട്ടിലേക്ക് പോകാം. മൈലാഞ്ചിയും ചന്തം ചാർത്തും നടവിളിയും അനേകം കലാപരിപാടികളും നിറഞ്ഞ കല്യാണ വീട്ടിലേക്ക്. ഉത്തമനായ മിശിഹാ
എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. താങ്ക് യു, താങ്ക് യു. കാലം മാറി, വേഷം മാറി, ആഘോഷങ്ങൾ പലതും മാറി. അവരുടെ വിവാഹ സൽക്കാരം സന്തോഷത്തോടെ തുടർന്നു. പക്ഷേ ചരിത്രം വീണ്ടും ആവർത്തിച്ചു. അളിയ കുപ്പി തീർന്നു. ഓ, അതെങ്ങനെ ഇത്ര പെട്ടെന്ന് തീർന്നു? ഓ, ഒരു മാന്യം വന്നേക്കുന്നു. നീ എന്റെ പെങ്കട കല്യാണത്തിന് കാണിച്ച പ്രകടനമൊക്കെ ഇപ്പോഴും വൈറലാ. അത് വിട്. എടി കൊച്ച, നീ കർത്താവിനെ ഒന്ന് വിളിക്കും. ഹലോ കർത്താവേ, സുഖമാണോ? സുഖം സുഖം. അതെ, ഞാൻ വിളിച്ചതേ കർത്താവ് എത്ര നേരമായി കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച. ഓ, തന്നെ തന്നെ. അതെന്നാ കർത്താവേ ഒരു പുച്ഛം? മോളെ, ഞാനിത് കുറെ നാളായിട്ട് കാണുന്നല്ലേ. എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. അത് പിന്നെ കർത്താവേ, പ്ലീസ്. ഓക്കെ ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. ഭരണി എല്ലാം റെഡിയാണ്, കർത്താവ് ഇനി വന്നാൽ മതി. അത് ശരി, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓ, എന്താ കർത്താവേ? ഞാനെത്താൻ അല്പം വൈകും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും ഞങ്ങള്? ഭരണികളൊക്കെ റെഡിയല്ലേ? അതെ. ഇപ്പൊ ശരിയാക്കാം. Yo soy Pablo Emilio Escobar Gaviria. Plata o plomo. Plata o plomo. Plata o plomo. Plata o plomo. താങ്ക് യു കർത്താവേ, എനിക്കറിയായിരുന്നു. യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ കർത്താവ് എപ്പോഴാണ് വരുന്നേ? നിങ്ങളിപ്പോൾ സെറ്റായിട്ടിരിക്കുകയല്ലേ, നിങ്ങളൊരു ഡാൻസ് ഒക്കെ ഇങ്ങോട്ട് പെർഫോം ചെയ്യും. അപ്പോഴേക്കും ഞാനങ്ങെത്താം. ഓക്കെ കർത്താവേ.
दिनों दिन ना जानो ट्विटर पे ट्रेंड हो गया नासिक के ढोल पे नजर ना जा तो सबका दी एंड हो गया तेरी मैं ता जागा रातां नूं रोक न पावा अखियां विचों गमदियां बरसातां नूं हारे गिन गिन याद च तेरी मैं ता जागा रातां नूं रोक न पावा अखियां विचों गमदियां बरसातां नूं ओ इश्क तेरा Amigo.